ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് കുറച്ചധികം തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആകെ പോട്ടെ നമ്മളിവിടെ കൊണ്ടുവച്ചിരുന്ന സാധനം ഞാൻ അറിയാതെ പോയി നടന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാമറയിൽ ഇങ്ങനെ ഒപ്പാന്ന് കേട്ടോ. അങ്ങനെ കൊണ്ടുവച്ചതിലൊരു സമാധാനം കിട്ടാതെ അമ്മ തണ്ട് ഇതൊക്കെ ചെയ്തു വെക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പരിസരത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ട് വെച്ചിട്ട് ഇതിൽ നിന്ന് കായ്ഫലമൊക്കെ എടുത്ത് നമ്മൾ ഇച്ചിരി കൂട്ടാനും കറിയൊക്കെ വെച്ച് കഴിച്ചാൽ അതിനൊരു പ്രത്യേക രുചി തന്നെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇത് ഞാൻ പറഞ്ഞതല്ല, അമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പുറകെ നടക്കുന്നതിന് അമ്മ എന്നോട് പറയും, ഈ കൊച്ചെന്നോ ഇതൊന്നും നടാനെ കൊണ്ട് സമ്മതിക്കത്തില്ലെന്ന്. അത് കേട്ട ഉടനെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ വിടത്തില്ല, എന്നാൽ പിന്നെ ഇതെല്ലാം ഞാൻ ഇന്ന് പൊക്കിയെടുക്കും എന്നുള്ളത്. അങ്ങനെ അവിടെ ഇവിടെയായിട്ടൊക്കെ ഇങ്ങനെ നട്ട് വെക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ റംബൂട്ടാനൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടു. അത് താമസിക്കാതെ കായും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് വേണ്ട, പുറകെ വാലക്കടിച്ച് ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പയർ ഇങ്ങനെ നടാനെ കൊണ്ട് പോവുകയാണേ. അങ്ങനെ കുറച്ചധികം തൈകൾ കിട്ടി കേട്ടോ. അമരത്തൈ, പയർ, പിന്നെന്താ വഴുതനങ്ങ, മുളകും തൈ, അങ്ങനെ കുറച്ചധികം കിട്ടി. അപ്പോൾ പയർ മാത്രം നടുന്നത് കറക്റ്റായിട്ട് എനിക്ക് എടുക്കാനെ കൊണ്ട് പറ്റി കേട്ടോ. കാരണം ബാക്കിയൊക്കെ ഞാൻ വരുന്നതിന് മുമ്പേ നട്ട് കഴിയുകയും എടുത്തുകൊണ്ട് വെക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാനെ കൊണ്ടൊന്നും പറ്റിയില്ല. പോട്ടെ, ഇതൊക്കെ നമുക്ക് കായ്ഫലം കിട്ടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചെന്നിരുന്ന് കായ്ഫലം എടുക്കാനെങ്കിലും ചെല്ലാമല്ലോ നമുക്കല്ലേ. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ നടക്കട്ടെ. അപ്പോൾ പിന്നെ അമ്മ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും അകത്ത് കയറി പോവാതെ അമ്മ തിരിച്ച് വരത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കൂടെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം ഞാനിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അമ്മ ഇപ്പോൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് പോകും കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ ചെറിയ രീതിയിലുള്ളൊരു കൃഷി സംഭവങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ബാക്കി കൃഷിയും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ, സീ യു.